ഹലോ ഫ്രണ്ട്സ്, വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്നല്ലേ, വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ഡെലിവറി ആയിട്ടുള്ളൊരു മീൻ കൂട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 390 രൂപയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. പാക്കിങ് കാണാം. അപ്പോൾ ഇതുവരെ നമ്മൾ പൊട്ടിച്ചിട്ടില്ല, കിട്ടിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഏതായാലും നമുക്കിത് തുറന്നു നോക്കാം. നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയുള്ള നല്ല പേപ്പർ തന്നെയായിരുന്നു ഇത്. മഴ ഒന്നും കടക്കാത്ത രീതിയിൽ നല്ല പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. പുറമേ അതിന് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ എയർ ബബിൾസ് ഉള്ള പ്ലാസ്റ്റിക് കോട്ടും ഉണ്ട്. പിന്നെ ഏതായാലും ഒന്ന് പൊളിച്ച് നോക്കാം. ഇതാണ് നമ്മളെ ഫിഷ് ട്രാപ്പ് നെറ്റ്. ഇനി ഇതേ സെയിം സാധനം ഞാൻ അലിഎക്സ്പ്രസിൽ നിന്ന് 20 രൂപയ്ക്ക് എടുത്തിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ ആയിട്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലാണ്. 3500 രൂപ, 70 രൂപേൻ്റെ സാധനത്തിന് 3500 ആ അലിഎക്സ്പ്രസിലൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ ഇതിന് 390 രൂപയാണ് വരാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഓട്ടയാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം എല്ലാം നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഇതിന് 6 ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ മീൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ മീൻ ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. കാരണം മീൻ എപ്പോഴും ഒരു സൈഡിലൂടെ അല്ലെങ്കിൽ മുകളിലൂടെ ഒക്കെ വരാനേ മീൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇത് ഈ സെൻട്രലായതുകൊണ്ട് തന്നെ മീൻ ഒരിക്കലും പുറത്ത് കിടക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് കയറ് നമുക്ക് കെട്ടി താത്താനുള്ള കയറാണ്. ഇവിടെ ഒരു സിബുണ്ട്. സിബ് എടുത്തിട്ട് ഇതാണ് നമ്മളെ ഫിഷ് ട്രാപ്പ് നെറ്റ്. ഈ കയറ് നമുക്ക് വേണമെങ്കിൽ വലിപ്പം കൂട്ടാനൊക്കെ പറ്റും. അല്ലേ, ഇതിന് 1 2 3 4 5 6 ഹോളുണ്ട് ഇതിലേക്ക് കിടക്കാനായിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും മടക്കി ഏത് ഒരു ബാഗിൽ വരെ ഇട്ട് നമുക്ക് പോവാം. നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് വരെ നമുക്ക് മീൻ പിടിക്കാൻ ഇങ്ങനത്തെ 2 3 4 കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരു ബാഗ് വേണ്ട ആവശ്യമില്ല. അപ്പം മീൻ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സിബ് ഉപയോഗിച്ചാണ്ട് ഇവിടെ അങ്ങനെ തുറക്കാം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി ഇതാ എൻ്റെ ഒരു വിരലിൻ്റെ ഒരു ഇത്ര ഇതിൻ്റെ വീതി വരുന്നുള്ളൂ. ഫുള്ള് മടക്കി കഴിഞ്ഞാൽ വെയിറ്റ് ആയിരുന്നു തീരെ ഇല്ല. ഒരു ഫോണിൻ്റെ വെയിറ്റ് പോലും ഉള്ളത്. അപ്പോൾ ഇനി ഈ ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ച് എങ്ങനെ മീൻ പിടിക്കാന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി ഫിഷ് ട്രാപ്പ് ഉപയോഗിച്ച് എങ്ങനെ മീൻ പിടിക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ തീറ്റ സെറ്റാക്കാം. അതിന് വേണ്ടത് മൈദ, അതുപോലെ കടല പിണ്ണാക്ക്, പിന്നെ മീൻ തീറ്റയും, അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും, പിന്നെ ചെറിയൊരു ബൂസ്റ്റിൻ്റെ ഒരു ചെറിയ പാക്കുമായിട്ടുണ്ട്. ബൂസ്റ്റ് കുറച്ച് മതി. അപ്പോൾ മൈദ ഇട്ടു. ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു 500 മീറ്റർ അടുത്തുള്ളൊരു പാറക്കോറിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുളത്തിൽ സിലോപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ കടലപ്പിണ്ണാക്ക് എടുക്കാൻ മറന്നിട്ടുണ്ട്. പക്ഷേ പാറക്കോറിയിലാവുമ്പോൾ നമുക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല. ഏത് തീറ്റ ഇട്ടാലും മീൻ കൂടിൽ കയറേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തീറ്റയും അതുപോലെ തന്നെ ഏലക്ക പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു പൗഡറാണ്. പിന്നെ ഇത് ബൂസ്റ്റിൻ്റെ 5 രൂപേൻ്റെ പാക്കാണ്. ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു ഭാഗം ഇട്ടാൽ മതി ഇതിലേക്ക്. ഞാൻ കടലമാവ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബൂസ്റ്റ് ഉപയോഗിക്കുന്നത്. ബൂസ്റ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ചയും പുളിയൊക്കെ ഒരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബൂസ്റ്റ് ഉപയോഗിച്ചത്. അതന്നെ ഒരു ഭാഗം അല്ലെങ്കിൽ അരഭാഗമൊക്കെ മതി ഈ 5 രൂപേൻ്റെ പാക്കിൽ നിന്ന്. നല്ലോണം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ മൈദ വയ്ക്കുന്ന പൊറാട്ടയ്ക്ക് മൈദ വയ്ക്കുന്ന രൂപത്തിൽ ആ രൂപത്തിൽ കിട്ടണം.
കാരണം തീറ്റ ഒരു ഇതിൽ നിന്ന് ഉടഞ്ഞു പോകാൻ പാടില്ല, അലിഞ്ഞ് പാതിക്കാനാണ്. അപ്പോൾ മീൻ കൂടി നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന കുളം ഇതാണ്. വലിയൊരു പാറക്കൂരയാണ് ഇത്. കുറേ മുന്നേ പൊട്ടിച്ച് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇതിൽ സിലോപ്പിനെ പണ്ട് ഇട്ടതായിരുന്നു. ഇപ്പോൾ ഇതിൽ വിരിഞ്ഞ് ആകെ നിറഞ്ഞിട്ടുണ്ട്. ഈ ഫോൾഡബിൾ ഫിഷ് ട്രാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എവിടേക്കും കൊണ്ടുപോവുകയും ചെയ്യാം, അതുപോലെ തന്നെ ചെറിയ രൂപത്തിൽ മടക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് മീനെടുക്കാനും സുഖമാണ്. ഈ സിബ് ഒന്ന് അയച്ചാൽ മാത്രം മതി. ഇപ്പോൾ മീൻകൂട്ടിൽ എങ്ങനെയാണ് തീറ്റ സെറ്റാക്കേണ്ടതെന്ന് ഇപ്പോൾ കാട്ടിത്തരുന്നത്. ആ മൈദ നേരെ ആ സെൻറ്ററിലൂടെ ഒരു കമ്പി പോകുന്നുണ്ട്. ആ കമ്പിയിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് വെച്ചാൽ മതി. മൈദ കൊണ്ട് തന്നെ നമ്മൾ പഞ്ച് ചെയ്ത് വെച്ചാൽ അതുപോലെ നിൽക്കും. അങ്ങനെ ഉടഞ്ഞു പോകാതെക്കാനാണ് മൈദ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു റബ്ബർ മാതിരി കിട്ടും മൈദ ആകുമ്പോൾ. അല്ല അരിപ്പൊടിയും നീന്തിയിട്ടൊക്കെ ആണെങ്കിൽ വെള്ളം തട്ടിയാൽ നേരെ അലിഞ്ഞ് ആ വെള്ളത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിനു വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. ഇതെൻ്റെ പഴയ മീൻ കൂടാണ്. ഇത് 2 മാസം മുമ്പ് എടുത്തിട്ടുള്ള. ഇതിൽ ആമ കയറിയാണ്ട് കുറേ കീറിയിട്ടൊക്കെ ഉണ്ട്. ഇതും ഫോൾഡബിൾ ആണ്. ഫോൾഡബിളായ നമുക്ക് ഏത് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചെറിയൊരു കീസിൽ കവറിലിട്ട് വേണ്ടി നമുക്ക് കൊണ്ടുപോകാം. അതാണ് ഈ ഫോൾഡബിൾ ഫിഷ് ട്രാപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലും ഈ സെൻറ്ററിലൂടെ 2 കയറ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫിഷ് ട്രാപ്പ് നമ്മൾ പുതിയത് ഇന്ന് അൺബോക്സ് ചെയ്തിട്ടുള്ള ഫിഷ് ട്രാപ്പാണിത്. അപ്പോൾ ഈ പാറക്കൂറി സ്റ്റാർട്ടിങ്ങിൽ വല്ല ആഴമില്ല, അതിങ്ങനെ ആഴം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് നല്ല 2-3 ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ വെച്ചാൽ മതി. തോട്ടിലും പുഴയിലൊക്കെയാണ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഈ കയറ് ഉപയോഗിച്ച് നമുക്ക് കയറ് നീളം കൂട്ടി കെട്ടിയൊക്കെ വെക്കാം. ഇവിടെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എൻ്റെ മുട്ടിനറ്റം വെള്ളമുള്ളൂ. വലിയൊരു കോറി തന്നെയാണ്. മീൻ വളർത്തുന്നവർക്കൊക്കെ ഇതിൽ തീറ്റ ഇട്ട് വളർത്തുകയാണെങ്കിൽ നല്ലോണം വലുതാവും. ഇതിലാരും തീറ്റ ഒന്നും ഇടാറില്ല. അപ്പോൾ ഡെയിലി ആളുകൾ വന്ന് ഇങ്ങനെ ചൂണ്ടയിടാറാണ് പതിവ്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ മീൻ കൂടുമ്പാടെ സെറ്റാക്കാം, ഒന്ന് വെള്ളത്തിലിറക്കാം. അപ്പോൾ മീൻ കൂടിൽ തീറ്റ സെറ്റാക്കി രൂപമാണ് ഈ കാണിക്കുന്നത്. 2 കയറിനുള്ളിൽ നമ്മൾ പഞ്ച് ചെയ്ത് വെച്ചേക്കാണ് തീറ്റ. അപ്പോൾ മറ്റേ മീൻ കൂടിൽ നിന്നൊരു 10-15 മീറ്റർ സൈഡിൽ മാറ്റി വെക്കാം. അത് നമ്മൾ പുഴകളിലോ അല്ലെങ്കിൽ തോട്ടിലൊക്കെയാണ് ഇത് വെക്കുന്നതെങ്കിൽ ഈ കയറിൽ വലിയൊരു കയറ് കെട്ടിയ ശേഷം നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് ഇട്ടാൽ മതി, ഒഴുക്കില്ലാത്ത സ്ഥലം നോക്കിയാണ്ട്. പക്ഷെ ഇത് പാറക്കൂരയാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പുഴകളിലൊക്കെ ആണെങ്കിൽ നമ്മളിത് 5-6 മണിക്കൂർ വെക്കണം. കാരണം നാച്ചുറൽ സോഴ്സ് ആയതുകൊണ്ട് അവർക്ക് തീറ്റ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അട്രാക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഏതായാലും 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് പാറക്കൂര ആയതുകൊണ്ട് തന്നെ നമുക്ക് 45 മിനിറ്റൊക്കെ മതി. കാരണം വേറെ ഫുഡ് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീനുകൾ ഫുഡിൽ അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതായാലും നമുക്ക് പൊക്കി നോക്കാം. ഇത് ഫുള്ള് സിലോപ്പിയാണ്. പിന്നെ കുറച്ച് ചെള്ളി പറഞ്ഞ മീനുണ്ട്, ചെമ്മീൻ രൂപത്തിലില്ല. പുഴകളിലും തോടിലുകളൊക്കെ അല്ല. 2 മീൻ മാത്രത്തിലുള്ളൂ. ഇവിടെ മീനിന് ഫുഡ് കൊടുക്കാറില്ല. ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല സൈസ് വെക്കും. ഒരു 800-850 ഗ്രാം വരെ ഈ സിലോപ്പി വെക്കാം. ഇതൊക്കെ പറ്റ ചെറിയ കുട്ടികളുണ്ട്, വളർത്താൻ പറ്റിയ. ഇനി നമ്മുടെ വലിയ മീൻ കൂട്ടൊക്കെ ഇതിൽ അത്യാവശ്യം വലിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇടത്തരം മീനുകൾ ഇതിൽ കിട്ടുള്ളൂ. പറ്റ ചെറിയത് ഇതിലുണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ മീൻകൂടിൽ നിന്ന് കിട്ടിയ മീൻ അപ്പോൾ തൽക്കാലം ഇത് വെള്ളത്തിൽ തന്നെ ഇറക്കി വെക്കാം. കാരണം ഇത്ര ചെറിയ മീൻകുട്ടികളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് വളർത്താൻ വേണ്ടി തൽക്കാലം ഒരു ബക്കറ്റ് കിട്ടുന്നവരെ ഈ കുളത്തിൽ നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ ഒരു ബക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഏതായാലും കുളത്തിൽ നിന്ന് എടുത്ത ശേഷം ഈ സിബ് അയച്ചാണ്ട് നേരെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നുള്ളൂ. ഫോൾഡബിൾ മീൻകൂടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ
നമുക്ക് മീനുകൾ എടുക്കാൻ ഈ സിബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിന് പരിപാടി തീരും. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, നമുക്ക് കൈയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. അതുപോലെ റൗണ്ട് ടൈപ്പ് അതുപോലെ തന്നെ, അതൊരു ഫണൽ രൂപത്തിലാണ്. അപ്പോൾ അതിനും സിബില്ല, നമ്മൾ കൈ തന്നെ ഇട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലിതാ ഫുള്ള് സിലോപ്പി കുട്ടികളാണ്, സിലോപ്പി മീൻ കുഞ്ഞുങ്ങൾ. ഇത് നേരെ മറിച്ചാണ്. ഇതിൽ നമ്മൾ ഉള്ളിലേക്ക് കൈയിട്ടാണ്ട് തന്നെ മീൻ കുഞ്ഞുങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊരു ഫണൽ രൂപത്തിലാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്, 2 എൻഡിലും. അപ്പം നേരെ കൊട്ടി കൊടുത്താൽ അങ്ങനെ വരില്ല, അതിൻ്റെ സൈഡിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഇട്ടാണ്ട് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്നും ഇതുപോലത്തെ ഫിഷിംഗ് അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസുകൾക്കായി വ്ളോഗ് എന്ന ഞങ്ങളുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ബൈ. പോയി സടവണ്ണ.